പിന്നെ പ്രത്യേക രീതിയിൽ ഒരു ഉരുളക്കിഴങ്ങ് കറി വെച്ചതാണേ. ഞാൻ പിന്നീടാണ് ഓർത്തത് വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കുക എന്നുള്ളത്. ഞാനത് പറഞ്ഞു തരാം എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആദ്യം ഒരല്പം കടുക് താളിച്ചതിന് ശേഷം, കടുകും മറ്റൊരു മുളകും ഇട്ട് കടുക് താളിച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് സവാളയും കൂടെ അരിഞ്ഞത് ഞാൻ ഇതിലോട്ടൊന്ന് ഇട്ടിട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയെല്ലാം കൂടെ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ച് ഒരു വിസിൽ കേട്ടു. വേണ്ട, ഒരു വിസിലേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങൊന്നും ഒരുപാടൊന്നും വെന്തിട്ടില്ല, എന്നാലും ഒരുവിധം വെന്തിട്ടുണ്ട്. ചില കുക്കറുകൾ 2-3 വിസിൽ കേട്ടാലേ വേവത്തുള്ളൂ. എൻ്റെ കുക്കർ 1-2 വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഉള്ളതൊക്കെ വെന്ത് കിട്ടും. എങ്കിലും ഒരുപാടൊന്നും വെന്തിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഇരിക്കുവാണേ. ഇനി നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ, ഇത് തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇച്ചിരി മല്ലിയില കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി മല്ലിയില അരിഞ്ഞത് ഞാനൊന്ന് ഇട്ട് കൊടുക്കുവാണ്. അല്ലാതെ നമുക്കിത് ഒരുപാട് സമയവും എടുക്കത്തില്ല, പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടതും ചെയ്യും. ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചേർക്കുന്നത് പറഞ്ഞാൽ, പഴുത്ത മാങ്ങയുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പീസ് അരിഞ്ഞൊന്ന് ഇതിലോട്ട് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് കറിക്ക് ഒരു കമർപ്പുണ്ടായിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് കറിക്ക് നല്ല ഒരു കമർപ്പുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കഷ്ണം മാങ്ങയോ അല്ലെങ്കിൽ ഒരല്പം ശർക്കരയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മധുരം കൂടെ കിട്ടും. ഇതൊന്ന് കുറച്ചുകൂടെ തിളച്ചാലേ നല്ല തിക്കായി വരത്തുള്ളൂ. ഇത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി വൈകുന്നേരം വയ്ക്കുന്നത്. കേട്ടോ, കുറച്ചുകൂടെ തിക്കാവണം. ഇപ്പോൾ ഇച്ചിരി വെള്ളമായിട്ട് കിടക്കുകയാണ്, കാരണം ഞാൻ ചൂടുവെള്ളത്തിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മസാല ഇതെല്ലാം കൂടെ ചേർത്ത് ഒഴിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒന്ന് തിളച്ചോട്ടെ. ആ സമയം ഒരല്പം മാങ്ങ കൂടെ നമുക്കൊന്ന് ഇതിലോട്ടിടാവേ. ഒരു പീസ് മാങ്ങ കൂടെ ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എടുക്കുമ്പോൾ നല്ല മധുരമുള്ളതാണെങ്കിൽ കുറച്ചെടുക്കാം. പുളിപ്പുള്ളത് ആകിലും കുറയ്ക്കുക, എങ്കിലൊരു പുളിപ്പായിരിക്കും കറിക്ക്. മധുരമുള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത്. മാങ്ങ സീസൺ ആണെങ്കിൽ മാങ്ങയുടെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ശർക്കര ഇടാം. ഒരുപാട് ശർക്കര ഇടേണ്ട, 1 സ്പൂൺ ശർക്കര പൊടിച്ചൊന്ന് ഇട്ടാൽ മതി. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കമർപ്പ് നല്ലവണ്ണം മാറിക്കിട്ടും. മാങ്ങയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് മാങ്ങയ്ക്ക്. ഞാൻ എപ്പോഴും ഉരുളക്കിഴങ്ങ് കറി വയ്ക്കുമ്പോൾ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പീസ്, പഴുത്ത മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പീസ് മാങ്ങ ഇട്ടാണ് വയ്ക്കാറുള്ളത്. നമുക്കൊന്ന് നോക്കാം കറി എന്തായെന്ന്. കറിയൊക്കെ ഏകദേശം തിക്കായി വരുന്നുണ്ട്. ഇച്ചിരി വെള്ളമുണ്ട്, വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് കിടക്കാം. പക്ഷേ ചപ്പാത്തിക്ക് ആയതുകൊണ്ട് ഇത്തിരി ഗ്രേവി വേണം, അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ കൂടെ ഇതിലോട്ടൊന്ന് ഇടുവാണേ. നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഒന്ന് വച്ച് നോക്കണേ, ഭയങ്കര ടേസ്റ്റാണ്. മാങ്ങയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് തിളച്ച് ആ മധുരം ഒന്ന് ഈ കറിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് ഇടാം. മാങ്ങയൊക്കെ നല്ല വെന്ത് അങ്ങനെ ഉടയണ്ട, അങ്ങനെ വേണ്ട. ഇച്ചിരി ഒന്ന് ഇതിൻ്റെ മധുരം ഒന്ന് ഈ കറിയിലോട്ടൊന്ന് ഊറി ഇറങ്ങിയാൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല മണവുമാണ്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കമർപ്പ് കാണത്തില്ല. ഇങ്ങനെ ഒരല്പം മാങ്ങയോ, മാങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരല്പം ശർക്കരയോ ഇട്ട് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിന് ഒരു കമർപ്പ് കാണത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ഉരുളക്കിഴങ്ങ് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഭയങ്കര ടേസ്റ്റായിരിക്കും. നമ്മൾ വിചാരിക്കും ഈ മധുരം ഇതിൻ്റെ കൂടെ, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരം അല്പം മാങ്ങയോ ശർക്കരയോ ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇത് തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്കങ്ങ് അടച്ചു വയ്ക്കാം. അപ്പോൾ മാങ്ങയുടെ മധുരം എല്ലാം ഊറി ഉരുളക്കിഴങ്ങ് കറിയിൽ പിടിച്ചിട്ട് നല്ല ഇച്ചിരി മധുരമുള്ള ഒരു കറിയായിട്ട്, മധുരവും എരിവും ഒക്കെ കൂടെ ഉള്ള കറിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.